ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പൈതണിൽ പാക്കേജസും അല്ലേ അതേപോലെ തന്നെ സബ് പാക്കേജസും ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ അഡ്വാൻസ്ഡ് കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഈ കാൽക്കിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ഈ കാൽക്കിനകത്തും ഈ അഡ്വാൻസ്ഡ് കാൽക്ക് ഫോൾഡറിനകത്തും ഞാൻ ഇനീറ്റ് എന്ന് പറയുന്ന init.py എന്ന് പറയുന്ന ഒരു പൈതൺ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ കാൽക്ക് എടുത്ത് നോക്കി, കാൽക്കിനകത്ത് init.py എന്ന് പറയുന്ന ഒരു empty പൈതൺ ഫയലാണ്. അതിനകത്ത് കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് init.py എന്ന് പറഞ്ഞൊരു ഫയൽ നിങ്ങൾ മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, add.py എന്ന് പറയുന്ന ഒരു ഫയലും mul.py എന്ന് പറയുന്ന ഒരു ഫയലും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി add.pyയിലെ കണ്ടന്റ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ add.pyയിൽ ഞാൻ ഇട്ടേക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിനകത്ത് ഞാൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത്, രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് റിട്ടേൺ ചെയ്യും. ഇനി ഞാൻ mul.py എന്ന് പറയുന്നൊരു ഫംഗ്ഷന് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ആൻഡ് ബി, മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ഇത്രയും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ആ ഫോൾഡറിലോട്ട് നോക്കാം. അപ്പം നമുക്ക് ഫോൾഡറിലോട്ട് നോക്കുമ്പോൾ add.py ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, mul.pyയും പറഞ്ഞു, init.pyയും കണ്ടു. ഈ പൈ ക്യാഷ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ കാൽക്കിനകത്ത് ഞാൻ ഒരു അഡ്വാൻസ്ഡ് കാൽക്ക് എന്ന് പറയുന്നത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കാൽക്കാണ്. കാൽക്കിനകത്ത് അഡ്വാൻസ്ഡ് കാൽക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാനൊരു init.py, ഒരു init.py എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ exp.py എന്ന് പറയുന്ന ഒരു പൈതൺ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് exp.py എന്ന് പറയുന്ന പൈതൺ ഫംഗ്ഷൻ നോക്കാം. exp.py എന്ന് പറയുന്ന പൈതൺ ഫംഗ്ഷൻ എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ a** b എന്ന് വെച്ചാൽ a⁻b ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൊത്തം സ്ട്രക്ചർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. കാൽക്ക് എന്ന് പറയുന്ന ഫോൾഡറിൽ അഡ്വാൻസ്ഡ് കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡറുണ്ട്. അതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, സബ് പാക്കേജ്. അപ്പം കാൽക്കാണ് എൻ്റെ പാക്കേജ് നെയിം. അതിനകത്ത് സബ് പാക്കേജ് അഡ്വാൻസ്ഡ് കാൽക്ക്. കാൽക്കിനകത്ത് ആഡ് ഇനീറ്റ് മള്ള്, അഡ്വാൻസ്ഡ് കാൽക്കിനകത്ത് ഇനീറ്റും exp. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇനി എൻ്റെ മെയിൻ പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. മെയിൻ പ്രോഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത് ഈ test1.py എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ test1.py എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ test1.py ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് എൻ്റെ test1.py. ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാൽക്ക് എന്ന് പറയുന്ന ആ ഫോൾഡർ ഉണ്ടില്ലേ, ആ പാക്കേജിൽ നിന്ന് ഫ്രം കാൽക്ക് ഇമ്പോർട്ട് ഞാൻ എന്ത് ചെയ്തു, ആഡും മള്ളും ചെയ്തു. ഇമ്പോർട്ട് ആഡും മള്ളും ചെയ്തു. ഇനി calc.advanced കാൽക്ക് അതെന്ന് പറയുമ്പോൾ എന്തായി, സബ് പാക്കേജായി. സബ് പാക്കേജിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, exp എന്ന് പറയുന്ന ആ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, add.sum എന്ന് പറയുന്ന ആഡ് എന്ന് പറയുന്ന പൈതൺ ഫയലിലെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ, മള്ളെന്ന് പറയുന്ന പൈതൺ ഫയലിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, exp-ക്കകത്ത പവർ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഞാൻ ചെയ്തത്. ഇനി ഈ പ്രോഗ്രാം ഞാൻ സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇതാ കൊടുക്കുകയാണ്, പൈതൺ 3 test1.py. സോ എനിക്ക് റിസൾട്ട് ഇതാ വന്നിട്ടുണ്ട്. നോക്കിയേ, അഡീഷൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എക്സ്പോണൻഷ്യേഷൻ്റെ റിസൾട്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പൈതണിൽ പാക്കേജും സബ് പാക്കേജുകളും ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്.